നിങ്ങള് ഹേ ഫീവർ എന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു പനിയൊന്നുമല്ല. ഹേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉണങ്ങിയ ഈ പുല്ലിനാണ് ഹേ എന്ന് പറയാം. വൈക്കോൽ അതൊക്കെ അതിൽപ്പെട്ട സംഗതിയാണ്. ഉണങ്ങിയ പുല്ല്, വൈക്കോലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് തുമ്മലും അലർജി, മൂക്കൊലിപ്പും ഒക്കെ വന്നുകൊണ്ടാണ് അലർജിക് റൈനൈറ്റിസിന് പറയുന്ന മറ്റൊരു പേരായിട്ട് ഹേ ഫീവർ എന്ന് വന്നത്. പുല്ലുകളിലൊക്കെ ഉള്ള ഒരു സംഗതിയാണ് ഈ പൊള്ള എന്ന് പറയുന്നത്. അതായത് പൂമ്പൊടി എന്ന് പറയുന്ന സംഗതി പലപ്പോഴും പല ആൾക്കാർക്കും അലർജി ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അവിടെ പിന്നെ പൂക്കളൊക്കെ, മരങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ കുട്ടികൾ കളിക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ വൈകുന്നേരങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിൽ വായുവിലൊക്കെ ഈ പൂമ്പൊടി നന്നായിട്ട് ഇങ്ങനെ പാറി വരികയും നമ്മൾ ശ്വസിക്കുകയൊക്കെ ചെയ്യും. അലർജിക് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവര് ഇത്തരം സ്ഥലങ്ങളിലേക്ക്, കാടുകളിലേക്ക്, പൂന്തോട്ടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മാസ്കോ അല്ലെങ്കിൽ ടവലോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ ജനലുകളൊക്കെ അടച്ചിടുന്നത് നല്ലതാണ്. കാരണം ഈ പൂമ്പൊടി കൂടുതലുള്ള സമയങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും. ഇപ്പോഴും വയലിന്റെ ഭാഗത്തൊക്കെ വീടുകളിലുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ പ്രശ്നമാവാറുണ്ട്. പൂമ്പൊടി വരുന്നത് തടയുക, വല്ലാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ എടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ